സീതാറാം, നമസ്തേ എല്ലാവർക്കും. നമുക്ക് കേരളത്തിലൊരു കുംഭമേള, അത് നമ്മുടെ നൂറ്റാണ്ടുകൾ ജീവിച്ചിട്ടുള്ള, ദശാബ്ദങ്ങളായിട്ട് തലമുറകൾ ജീവിച്ചിട്ടുള്ള എല്ലാം ഹൈന്ദവരുടെയും അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരങ്ങളിൽ ജീവിക്കുന്ന, നദീതടത്തിൽ ജീവിച്ച് നദീതടത്തിൽ മരിച്ച നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുംഭമേള. അത് കേരളത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തോ കാശ്മീരിൽ നടക്കുന്നതിനെ പോലെ പേടിയും ഭയവും തോന്നുന്നുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റി. കുംഭമേളയുണ്ടോ? സന്യാസിയുണ്ടോ? കുംഭമേളയുണ്ട്. എന്തായിരുന്നാലും ഞാൻ സ്വാമി ഗുരുദാസാനന്ദ സരസ്വതി, എറണാകുളം ജില്ലയിൽ പറവൂര് കോട്ടയിൽ കോവിലകം, തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ദിവസം, എന്തായാലും 22-ാം തീയതി മുതൽ 1-ാം തീയതി വരെ കുറച്ച് ദിവസം അവിടെ ഭാരതപ്പുഴ നമ്മുടെ ത്രിമൂർത്തി മലയിൽ നിന്ന് ഒഴുകുന്നുണ്ടെങ്കിൽ, അത് കേരളത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ആ തീരത്ത് പിണറായി വിജയൻ്റെയോ കളക്ടറുടെയോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും പെർമിഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല. എനിക്ക് മുങ്ങണം, എനിക്ക് സ്നാനം ചെയ്യണം, എൻ്റെ കൂടെയുള്ളവർക്കും സ്നാനം ചെയ്യണം. അത് ചെയ്യും. അതിന് ആര് തടസ്സം നിന്നാലും ആ തടസ്സം നമുക്ക് പ്രശ്നമല്ല. അവിടെ അതിന് സജ്ജീകരണങ്ങൾ വേണമെന്ന് ഇല്ല, പാലം വേണമെന്നൊരു നിർബന്ധമില്ല, അവിടെ പന്തൽ വേണം നിർബന്ധമില്ല, കൊടി നാട്ടണം നിർബന്ധമില്ല. ഇതേ ദിവസം ഞങ്ങളുടെ ഋഷീശ്വരന്മാർ വിധിക്കപ്പെട്ടിട്ടുള്ള 7 നദികൾ ഒഴുകുന്നുണ്ടെങ്കിൽ അവിടെ സ്നാനം ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറയാൻ വേണ്ടി വന്നതാണ്. തീർച്ചയായും എല്ലാവരും സനാതനധർമ്മത്തെയും ഭാരത സംസ്കാരത്തെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ വരണം. ഒരു ദിവസമെങ്കിലും ഒന്ന് സ്നാനം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജയ് സീതാറാം, ജയ് സീതാറാം. നമസ്തേ.